ലയണൽ മെസ്സി അല്ലാതെ മറ്റാര്? അർജന്റീന അൾജീരിയക്കെതിരെ ഗംഭീര പ്രകടനമാണ് ആദ്യ പകുതിയിൽ പുറത്തെടുത്തത്. 1-0 ലീഡ് ചെയ്യുന്നു. ആ മാന്ത്രിക സംഖ്യ, ആ 10ാം നമ്പർ ആണെന്ന് തന്നെ. ലയണൽ മെസ്സി വീണ്ടും അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്യുകയാണ് ലോകകപ്പിൽ. തന്റെ ലോക കരിയറിലെ 14ാമത്തെ ഗോൾ. 6 ലോക കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് എഴുതി ചേർത്തതിന് പിന്നാലെ 17ാം മിനിറ്റിൽ അർജന്റീനയെ മുന്നിലെത്തിച്ച മെസ്സിയുടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം. അൾജീരിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കൻസാസ് സിറ്റിയിൽ. ആദ്യ പകുതിയിൽ 1-0 ലീഡെടുത്ത അർജന്റീന 2ാം പകുതിയിൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അൾജീരിയ മറുവശത്ത് ഇടയ്ക്കിടയ്ക്കുള്ള ചില ആക്രമണങ്ങൾ മാറ്റി നിർത്തിയാൽ അർജന്റീനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് മത്സരം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഒരു തരത്തിലും അൾജീരിയയ്ക്ക് മുന്നിലേക്ക് കയറാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല. 17ാം മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ആ തകർപ്പൻ ഫിനിഷിംഗ്. റോഡ്രിഗോ ഡി പോൾ ഏതാണ്ട് മധ്യഭാഗത്ത് നിന്ന് അവിടെ ഫ്രീ ആയി നിൽക്കുക, അൺമാർക്കഡായി നിൽക്കുകയായിരുന്നു ലയണൽ മെസ്സി. ഡിഫൻഡർമാർക്കും മിഡ്ഫീൽഡർമാർക്കും, അൾജീരിയയുടെ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിൽ അൺമാർക്കഡായി നിന്ന ലയണൽ മെസ്സിക്ക് ഗംഭീരമായിട്ടൊരു ത്രൂ പാസ് നൽകുകയാണ് റോഡ്രിഗോ ഡി പോൾ. അവിടെ നിന്ന് ഒറ്റയ്ക്ക് മാജിക്കൽ മജീഷ്യൻ ലയണൽ മെസ്സി മുന്നിലേക്ക് പന്ത് കൊണ്ടുപോയി ബോക്സിന് തൊട്ടു വെളിയിൽ ആ ഡി കർവിന് അവിടെ നിന്ന് ഉയർത്ത ഷോട്ട്. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അൾജീരിയൻ ഗോൾ കീപ്പറായിട്ടുള്ള ലൂക്ക് സിനദീൻ സിദാൻ എന്ന ഫ്രഞ്ച് ഇതിഹാസത്തിന്റെ മകൻ അവിടെ ഗോൾ വില കാത്തെങ്കിലും അവിടെ അൾജീരിയയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അൾജീരിയയ്ക്ക് ആ ഗോളിന്റെ മികവിൽ സ്തബ്ധരായി നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആകെയുള്ള പോംവഴി. എന്നാണെങ്കിലും 6ാം ലോകകപ്പ് തുടക്കം ഉഷാറാക്കി ലയണൽ മെസ്സി. ആരാധകരും വലിയ ആവേശത്തിലാണ്. അത് കോഴിക്കോടാവട്ടെ, ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ത്രസിപ്പിച്ച് തന്നെയാണ് അർജന്റീന ഇപ്പോൾ തുടങ്ങിയത്. ആദ്യ പകുതിയിൽ ലൗതാരോ മാർട്ടിനസിന്റെ ചില പിഴവുകൾ ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് മികവ് അത് പൂർണ്ണമായും പ്രകടമാക്കാൻ ലൗതാരയ്ക്ക് കഴിഞ്ഞില്ല. അതൊഴിച്ചു നിർത്തിയാൽ അർജന്റീന വളരെ പ്രൊഫഷണലായി, ക്ലിനിക്കലായി തന്നെ ആദ്യ മത്സരം കൈകാര്യം ചെയ്യുന്നു ആദ്യ പകുതിയിൽ എന്നുള്ളതാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് 2ാം പകുതിയിൽ. നൊഹൽ മൊളീന എത്തി. മൊണ്ടിയലിനെയാണ് പിൻവലിച്ചത്. ഗോൺസല മൊണ്ടിയലിന് പകരം നൊഹൽ മൊളീനയാണ് ഇപ്പോൾ കളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. കോഴിക്കോട് അവിടെ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആർപ്പുവിളികളിലാണ്. നേരം പുലരും മുമ്പേ തന്നെ ആ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയെത്തിയ ആരാധകർ ആ മിനി സ്റ്റേഡിയത്തിലേക്ക്, കൻസാസ് സിറ്റിയിലാണ് മത്സരമെങ്കിൽ ആവേശം ഇങ്ങ് കോഴിക്കോടുമുണ്ട്, കേരളത്തിലെ ഓരോ മുക്കുമൂലയിലുമുണ്ട്. MS അനീഷ് കുമാർ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി നൽകും. അനീഷ്, പറഞ്ഞറിയിക്കാൻ എന്താണെന്ന് അറിയാം. അനീഷ് ഒരു അർജന്റീന ഫാനാണെന്ന് എനിക്കറിയാം. അപ്പൊ അനീഷും എക്സൈറ്റഡ് ആയിരിക്കും. ആ ഫാൻസിന്റെ, ആ കൂടിയിരിക്കുന്ന ആളുകളുടെ ഒരു വികാരം എന്താണ്? അവരെന്താണ് പറയുന്നത്? അവർ ഹാപ്പി അല്ലേ? തീർച്ചയായും ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, ഗാലറിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മൈതാനത്ത് നിൽക്കുന്ന അതേ അനുഭവമാണ് നമ്മൾ ഈ പുതിയ പാലത്തെ ഈ മിനി സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോഴെന്ന് പറയാതെ തരമില്ല. കാരണം എനിക്ക് ചുറ്റുമുള്ളത് മുഴുവൻ അർജന്റീനൻ ആരാധകരാണ്. ഇതിനിടയിൽ മറ്റ് ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ ആരാധകരുണ്ടെങ്കിൽ പോലും മെസ്സിയുടെ നേട്ടങ്ങൾക്കായി ഓരോരുത്തരും ആർപ്പ് വിളിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കളിയുടെ 5ാം മിനിറ്റിൽ ആദ്യം ഒരു ആരവം ജനങ്ങൾക്കിടയിൽ, ഈ ആരാധകർക്കിടയിൽ ഉണ്ടായപ്പോൾ മെസ്സി ഒരു ഗോൾ അടിച്ചു എന്ന് തന്നെയാണ് ആദ്യം ആളുകൾ കരുതിയത്. പക്ഷേ പിന്നീട് അത് ഓഫ് സൈഡ് ആണെന്ന് വിധി എഴുതപ്പെടുകയായിരുന്നു വാറിലൂടെ. അതിനുശേഷം വീണ്ടും അൾജീരിയയുടെ മുന്നേറ്റം വരികയും അൾജീരിയ ഗോൾ അടിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ആ സമയത്തും ആളുകൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീടാണ് യഥാർത്ഥ വിശ്വരൂപം സാക്ഷാൽ ലയണൽ മെസ്സി പുറത്തെടുക്കുകയും 17ാം മിനിറ്റിൽ ഡീപോളിൽ നിന്ന് ലഭിച്ച പാസുമായി അദ്ദേഹം ഒരു ലോങ് റേഞ്ചറിലൂടെ ഗോൾ നേടുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഒരു മുന്നേറ്റം അർജന്റീനയുടെ ഭാഗത്തും നടക്കുന്ന കാഴ്ചയാണ്. അതിന് കാൽപന്ത് കളിയുടെ ആരാധകരായ കോഴിക്കോട്ടുകാർ അവർ അതേ അർത്ഥത്തിൽ തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ആരാധകരിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കളി എങ്ങനെയുണ്ട്? കളി അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു തുടക്കമാണോ പ്രതീക്ഷിച്ചത്? മെസ്സി തന്നെ അടിച്ച് ഒരു കളി തുടങ്ങുമെന്നാണോ കളി തുടങ്ങുമ്പോ മെസ്സി തന്നെ ഗോൾ അടിച്ച് ആദ്യ മത്സരം? അതെ 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 അതെ, മെസ്സി ഒന്നും കൂടി അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഗോൾ കൂടി എന്തായാലും അടിക്കും. അടിപൊളിയാ, അടിപൊളി കളിയാ. മെസ്സി അടിക്കുമെന്ന് കരുതിയോ ഇത്തവണ? മെസ്സി എന്തായാലും ഒരു ഗോൾ ഷുവറാ അടിക്കുന്ന കരുതി. നല്ല കളിയാ. മെസ്സി ഇനിയും അടിക്കും. മെസ്സി തന്നെ അടിച്ചു തുടങ്ങിയത്. മെസ്സി ഇനിയും അടിക്കും, ഇനിയും അടിക്കും. ഇനി മെസ്സി അടിക്കും എന്തായാലും അടിക്കും.
ആദ്യം അൾജീരിയ അടിച്ചപ്പോ ഒന്ന് പേടിച്ചോ? ഇല്ല, ആദ്യം ഓഫ് സൈഡ് ആയത് മെസ്സി അടിച്ചതാണ്. കഴിഞ്ഞ തവണ സൗദിയുടെ അതേ സ്റ്റൈലാണ് വന്നത്. രക്ഷ ഉണ്ടായില്ല. ഇല്ല, ഇപ്രാവശ്യം എന്തായാലും കഴിച്ചത്. ഭയങ്കര കളിയാണ്. കളി അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊപ്പം ഈ രാവിലെ പോലും കളി കാണാൻ എത്തിയിരിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. വലിയ ഒരു ആവേശ കാഴ്ചയാണ്. മെസ്സി ഫാനാണോ? എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? ഉഷാറ് കളിയാ? കളി എങ്ങനെയുണ്ട്? കളിയാണ്. മെസ്സി ഗോൾ അടിക്കുമെന്ന് കരുതിയോ? മെസ്സി ഗോൾ അടിച്ച് ആദ്യം ലീഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഇതാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. എൽദോ, രാവിലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അടക്കമുള്ളവർ ഈ കളി കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഗാലറി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. 1000 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കളി കാണാൻ പറ്റുന്ന സൗകര്യങ്ങളാണ്. ഇപ്പോൾ 1300-ലധികം ആളുകളാണ് ഈ ചെറിയൊരു കൂടാരത്തിലുള്ളത്. സെവൻസ് ഗ്രൗണ്ടുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ പിൻവശത്ത് ഗാലറികൾ തീർത്ത് അതിൽ നിരനിരയായി അർജന്റീനൻ ജേഴ്സി അണിഞ്ഞിരിക്കുന്ന ആളുകളെ കാണാം. പിൻവശത്ത് അതിന്റെ പിന്നിലായി കസേരയിട്ട ആളുകൾ ഇരിക്കുന്നു. ഏറ്റവും മുന്നിൽ പണ്ടൊക്കെ പറയുന്ന പോലെ തറ ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വെറും തറയിൽ ഇരുന്ന് കാഴ്ച കാണുന്ന ആളുകളെ കാണാം. അങ്ങനെ ലോകമെമ്പാടുമുള്ള ആരാധകർ ഈ രാവിലെ ഈ സുപ്രഭാതത്തിൽ അർജന്റീനയുടെ കളി കാണാനായി ഇരിക്കുമ്പോൾ അതിന്റെ എല്ലാ ആവേശവും കോഴിക്കോട്ടുണ്ട്. ഒരുപക്ഷെ മറ്റിടങ്ങളെക്കാൾ ഒരുപടി കൂടുതലുള്ള ആവേശം ദൃശ്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ആളുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലയണൽ മെസ്സിയുടെ മാന്ത്രിക കാലുകളിൽ നിന്ന് തന്നെ ആദ്യ സ്കോർ വന്നിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. 1-2 സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അൽവാരസ് അടക്കമുള്ള ആളുകൾ കളത്തിലേക്ക് ഇറങ്ങുന്നു. അത് കൂടുതൽ ആവേശം നൽകും. കൂടുതൽ മികച്ച മുന്നേറ്റങ്ങളുമായി അർജന്റീനയ്ക്ക് വലിയൊരു മാർജിൻ തന്നെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ. എൽദോ, കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ അവിടെ ആവേശത്തിലാണ്. അവിടെ അർജന്റീന അൾജീരിയ മത്സരം 55-ാമത്തെ മിനിറ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ 1 ഗോളിന്റെ ലീഡാണ് അർജന്റീനയ്ക്ക്. ഇതാ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുകയാണ് അർജന്റീന. അവിടെ ഗോൺസാലസ് എത്തുന്നു, മാർക്കേസ് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു അർജന്റീന എത്രയും പെട്ടെന്ന് കൂടുതലോടെ ഒരു ഗോൾ നേടുക എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് ആണ് ലയണൽ സ്കാലോണി എന്ന അവരുടെ പരിശീലകന്റെ ശ്രമം. കാരണം ആദ്യ പകുതി അത് നല്ലതായിരുന്നു, ഗംഭീര തുടക്കമായിരുന്നു. ആ തുടക്കത്തിന്റെ പരമാവധി ഊർജം സ്വന്തമാക്കി കൂടുതൽ ആളുകളെ കൂടുതൽ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് അർജന്റീനയുടെ പരിശീലകൻ എത്തുന്നു. ഇതാ കാണുന്ന പോലെ കോഴിക്കോടെ ആ കാഴ്ച കാണുക. അവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഫുട്ബോൾ എന്ന ഒറ്റ വികാരത്തിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവിടെ കുത്തിയിരിക്കുകയാണ്. കസേര പോലും ഇല്ല പലർക്കും. എങ്കിൽ പോലും അതൊന്നും ഒരു പ്രശ്നമല്ല. ആവേശത്തിൽ തന്നെ ആരാധകർ ആ സ്റ്റേഡിയത്തിൽ, മിനി സ്റ്റേഡിയം പോലെ തന്നെ ആർപ്പ് വിളിച്ചുകൊണ്ട് ഒരു കൻസാസ് സിറ്റി എന്ന മത്സരം നടക്കുന്ന അതേ സ്റ്റേഡിയത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ആരാധകർ ഒത്തുകൂടി തിങ്ങിക്കൂടി നിൽക്കുന്നു. ഒരു നിമിഷം പോലും കണ്ണൊന്ന് മാറ്റാൻ തയ്യാറല്ല. അനീഷ പലരോടും പ്രതികരണം ചോദിക്കുമ്പോഴും സ്ക്രീനിൽ കണ്ണുനട്ടാണ് അവർ ഉത്തരം നൽകുന്നത്. അതുതന്നെയാണ് അനീഷിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് അറിയുകയും ചെയ്യാം. എന്താണെങ്കിലും അർജന്റീനയുടെ തുടക്കം അത് ഗംഭീരമായിരുന്നു. ആദ്യം 5 മിനിറ്റിൽ ഒരു ഗോളിലേക്ക് അർജന്റീന എത്തി എന്ന് കരുതിയതാണ് ലയണൽ മെസ്സി തന്നെ. പക്ഷേ അവിടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നു. ഈ ലൂക്ക് സിദാനെ മറികടന്ന പന്ത് വലയിലായി. മെസ്സി നേരിയ തോതിൽ ആഘോഷം തുടങ്ങിയതുമാണ്. ഒപ്പം അർജന്റീന താരങ്ങളും ആരാധകർ പൊട്ടിത്തെറിച്ചു. പക്ഷേ അവിടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു. അതാണ് അർജന്റീനയെ സംബന്ധിച്ച് ആദ്യത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള നിമിഷം. ഓഫ് സൈഡ് ആയിരുന്നുവെങ്കിൽ പോലും അതൊരു എനർജി ആയിരുന്നു, ഊർജ്ജമായിരുന്നു. പിന്നീട് ഞെട്ടിച്ചു കളഞ്ഞു അർജന്റീനയെ അൾജീരിയയുടെ ചെനൈബി ഒരു പന്ത് വളരെ കൃത്യമായി എമിലിയാനോ മാർട്ടിനസിനെ മറികടന്ന് അർജന്റീനയുടെ ഗോൾ വലയിൽ നിക്ഷേപിച്ചു. പക്ഷേ അവിടെ ഫീൽഡ് റഫറി ഗോൾഡ് വിധിച്ചതാണ്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വളരെ നൂൽ വ്യത്യാസത്തിൽ ഓഫ് സൈഡ് ആയിരുന്നു അദ്ദേഹം. നൂൽ വ്യത്യാസത്തിൽ എന്ന് പറയുമ്പോൾ അത് വാർ ചെക്കിങ്ങിലാണ് ആ കാര്യം ബോധ്യപ്പെട്ടത്. ഫാരസ് ടൈബി ഒരു നേരിയ വ്യത്യാസത്തിൽ ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു ആ പന്ത് കളക്ട് ചെയ്യുമ്പോൾ എന്നുള്ളത്. എന്താണെങ്കിലും അത് ആശ്വാസമായി അർജന്റീന ആരാധകർക്ക്. അല്ലെങ്കിൽ ഈ കാണുന്ന ആരാധകരൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. നിശബ്ദമായി പോയിരുന്നു ആ സ്റ്റേഡിയം. അൾജീരിയൻ ആരാധകരുടെ ആഘോഷം മാറ്റി നിർത്തിയാൽ. എന്തായാലും അർജന്റീന അൾജീരിയ മത്സരം അത് പുരോഗമിക്കുകയാണ്. അവിടെ അമേരിക്കയിലെ കൻസാസ് സിറ്റിയിൽ, ഇവിടെ കോഴിക്കോട്, കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, കാസർഗോഡ് എന്ന് വേണ്ട
എവിടെയൊക്കെ ഫുട്ബോൾ ആരാധകരുണ്ടോ അവിടെയൊക്കെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ആ സ്ക്രീനുകളിലേക്ക്, അർജന്റീനയുടെ മത്സരത്തിന്റെ ആവേശത്തിലേക്ക്. ലയണൽ മെസ്സിയുടെ ഗോൾ നേട്ടമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ള ഫീല്, അതിനേക്കാൾ ഉപരി ബോഡി ഫിറ്റ്നസിൽ ലയണൽ മെസ്സിയുടെ ഈ 38ാമത്തെ വയസ്സിലുള്ള ലോകകപ്പ് അത് അദ്ദേഹത്തിന് എത്രമാത്രം ഫോമിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആശങ്കയൊക്കെ പ്രകടമാക്കിയവർക്കുള്ള മറുപടിയാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. ഏതാണ്ട് മധ്യത്തിൽ നിന്ന് ഓടിക്കയറി ബോക്സ് വരെ ഓടിക്കയറി ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് നടത്തിയ ആ ഗോൾ നേട്ടമുണ്ടല്ലോ, അതിൽ തന്നെ അദ്ദേഹത്തിന്റെ കായികക്ഷമത എത്രത്തോളം ഗംഭീരമാണ് എന്ന് ബോധ്യപ്പെടുന്നു. ഒരു പക്ഷേ അവസാന മിനിറ്റുകളിൽ ലയണൽ മെസ്സിയെ കൂടുതൽ മത്സരങ്ങൾ വരുന്നതിനാൽ ലയണൽ സ്കലോണി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോൾ പോലും നായകനാണ് ലയണൽ മെസ്സിയാണ്. ഫുട്ബോളിലെ ഇതിഹാസം ഇന്ന് അമേരിക്കൻ മണ്ണിൽ പന്ത് തട്ടിയപ്പോൾ അത് ചരിത്രമായിരുന്നു. 6 ലോകകപ്പ് മത്സരങ്ങളെന്ന നേട്ടത്തിലേക്ക്, 6 ലോകകപ്പ് ടൂർണമെന്റുകളെന്ന നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യ താരമായി മാറി ലയണൽ മെസ്സി. ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഇപ്പോൾ മുന്നിലുള്ളത് 3 പേർ മാത്രമാണ്. മെസ്സി അത് മറികടന്ന് മുന്നേറും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ അർജന്റീന ജയിച്ചു കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇന്നലെ രാത്രി നടന്ന മത്സരം അത് എംബപ്പയുടെ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ ഓർക്കുന്നുണ്ടാകും കിലിയൻ എംബപ്പെ എങ്ങനെ ഈ അർജന്റീന ആരാധകരെ ഭയപ്പെടുത്തി ഞെട്ടിച്ചു എന്നുള്ളത്. സെനഗലായിരുന്നു ഇത്തവണ അവരുടെ എതിരാളികൾ ആദ്യ മത്സരത്തിൽ. പക്ഷേ 2002 ലോകകപ്പിലെ ഒരു ഞെട്ടിക്കുന്ന തോൽവിയുണ്ട് സെനഗലിനെതിരെ. പാപ്പ ദിയൂബ് നേടിയ ഗോളിൽ അന്ന് സെനഗൽ ഫ്രാൻസിനെ കണ്ണീരണിയിച്ചതാണ്. അതിന്റെ കണക്ക് തീർത്തു ഇന്നലെ ഫ്രാൻസ്. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ മികവിലാണ് സെനഗലിനെ 3-1 ഫ്രാൻസ് തോൽപ്പിച്ചത്. ഗോൾ രഹിതമായിട്ടുള്ള ആദ്യ പകുതി അത് ഫ്രഞ്ച് ആരാധകരെ ഒന്ന് ഭയപ്പെടുത്തി. പക്ഷെ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് 3 തവണ ലക്ഷ്യം കണ്ടു. 66-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ. അത് എംബാപ്പയുടെ തന്നെ വകയാണ്. പിന്നീട് എംബാപ്പ വീണ്ടും ആവർത്തിച്ച് ഗോൾ നേട്ടം, അത് ഇഞ്ചുറി ടൈമിൽ. ബ്രാഡ്ലി ബാർക്കോളയാണ് 82-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ രണ്ടാമത്തെ ഗോൾ നേടുന്നത്. എന്താണെങ്കിലും ലയണൽ മെസ്സി വീണ്ടും സ്കോർ ചെയ്തു അർജന്റീനയ്ക്ക് വേണ്ടി. അർജന്റീന ഇതാ 2-0 മുന്നിട്ട് നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയുടെ മാന്ത്രിക സ്പർശനം കാൻസസ് സിറ്റിയിൽ കാണുകയാണ്. മെസ്സി അവതരിക്കുകയാണ്. 15ാം ഗോൾ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി 15ാം തവണ സ്കോർ ചെയ്യുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ 6ാം ലോകകപ്പിൽ അരങ്ങേറ്റം ഗംഭീരമാക്കുകയാണ് ഈ ഇതിഹാസ താരം. അൾജീരിയക്കെതിരെ 2-0 മുന്നിട്ട് നിൽക്കുന്നു അർജന്റീന ലയണൽ മെസ്സിയുടെ ഇരട്ട ഗോളിൽ. എമിലിയാനോ മാർട്ടിനസിൽ നിന്ന് തുടങ്ങി വെച്ച ഒരു ഗോൾ കിക്കാണ്. അവിടെ നിന്ന് ഒരു റീബൗണ്ട് കിട്ടുകയാണ് ലയണൽ മെസ്സിക്ക്. ആ റീബൗണ്ടാണ് ലയണൽ മെസ്സി മനോഹരമായി വലയിലേക്ക് ആക്കുന്നത്. അവസരം അത് പകുതിയായാൽ മതി, ഹാഫ് ചാൻസസ്, ആ പകുതി ചാൻസ് മതി ലയണൽ മെസ്സിയെ ഗോൾ സ്കോറാക്കി മാറ്റാൻ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഒരുപക്ഷേ ലൂക്ക് സിദാൻ എന്ന ഗോൾ കീപ്പറുടെ കാൽമുട്ടിൽ തട്ടി റീബൗണ്ട് എത്തി. കൃത്യമായി അത് കയ്യിൽ വെക്കാൻ, കളക്ട് ചെയ്യാൻ ഗോൾ കീപ്പർ ലൂക്ക് സിദാൻ കഴിഞ്ഞില്ല. ലൂക്ക് സിദാന്റെ ആ പിഴവിനെ ആ മാന്ത്രികൻ മുതലാക്കുകയാണ്. വൺസ് അഗെയിൻ ദ മാജിക്കൽ മജീഷ്യൻ ലയണൽ മെസ്സി. ലോകമെമ്പാടുള്ള അർജന്റീന ആരാധകർ ആവേശം കൊള്ളുന്നു. അർജന്റീനയുടെ മത്സരം പുരോഗമിക്കുകയാണ്. നമുക്ക് വീണ്ടും ചേരാം അടുത്ത ബുള്ളറ്റിനിൽ ഫുട്ബോളത്തിൽ. അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമസ്കാരം.